മുതലപ്പുഴയിൽ മണൽക്കൂനകൾ കൂടിയതിനെ തുടർന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഏറ്റവും ഒടുവിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇടപെട്ടെങ്കിലും ഡ്രഡ്ജിങ്ങിനെ തുടർന്ന് അത് വളരെ സാവധാനത്തിലാണ്, കാര്യങ്ങളൊക്കെ മെല്ലപ്പോക്കിലാണ് കടന്നു പോകുന്നത്. ഇപ്പോഴിതാ മത്സ്യത്തൊഴിലാളികൾ, ചെറുവള്ളങ്ങളിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ തൊട്ടടുത്തുള്ള തീരങ്ങളിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. നിലവിലെ അവസ്ഥ എന്താണ്? നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ വള്ളങ്ങൾക്കും വലിയ വള്ളങ്ങൾക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഹാർബർ പണ്ടത്തെ ഒരു മുതലപ്പുഴി മണ്ണ് കംപ്ലീറ്റ് അടിഞ്ഞു മൂടി അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് സുലഭമായിട്ട് പോകുന്നുണ്ടായി സർക്കാരും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും ഡ്രഡ്ജിങ് ഇത് മാറ്റി വലിയൊരു ഡ്രഡ്ജർ കൊണ്ടുവന്ന് മണൽ ഒരു 15 ദിവസത്തേക്കുള്ളിൽ മാറ്റിയാൽ മാത്രമേ കടലിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പണിക്ക് പോകാൻ പറ്റുള്ളൂ. ചെറിയ വള്ളങ്ങൾ ഒരു 400 വള്ളങ്ങൾക്ക് മേലെ ഉണ്ട്. താങ്ങുവല വള്ളം തന്നെ ഒരു 200 വള്ളത്തിന് മേലെ പണിക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ അത്രയും വള്ളങ്ങൾ ഒരു 10,000-2000 ആൾക്കാരിലും മേലെ പട്ടിണിയുടെ വറുതിയിൽ പോവുകയാണ്. മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയുടെ വറുതിയിൽ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായേ മതിയാവുള്ളൂ. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഈ നടപടി ഉണ്ടാവണം. എത്രയും പെട്ടെന്ന് ഈ ഡ്രഡ്ജിങ് പൂർത്തിയാക്കി ഇത് മാറ്റി പുതിയൊരു സംവിധാനത്തിലേക്ക് കടക്കണം സർക്കാർ എന്നൊരു അറിയിപ്പാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ മണൽക്കൂനകൾ കൂടിയപ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് 4 ദിവസം കൊണ്ട് പരിഹരിക്കുമെന്നുള്ളതാണ്. ഈ ശരിക്കും ഈ മന്ത്രിക്ക് ഈ മത്സ്യത്തൊഴിലാളികളുടെ ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ചോ അറിഞ്ഞുകൂടാത്തതാണോ, അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുന്നതാണോ? അറിഞ്ഞുകൂടാത്തതായാലും ശരിക്കും അല്ല, അഭിനയിക്കുകയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ അവിടെ പിള്ളേർ പന്ത് കളിക്കുകയാണ്. ഈ വള്ളങ്ങൾ കയറി പോകേണ്ട സ്ഥലത്താണ് ഈ പന്ത് കളി ഇതുമെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ശരിക്ക് അത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് മണൽ മാറ്റി അതിൻ്റെ വഴികൾ കണ്ടെത്തണം. അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി വീണ്ടും ഇവിടെ റബ് സീസൺ വരികയാണ്. റബ് സീസൺ വരുമ്പോഴത്തേക്കും മണൽ വീണ്ടും ഇതാകും, പ്രശ്നമാകും. അന്നേരം ഇവരെ ആരെയും കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. 2 ലക്ഷം ക്യൂബിക് മീറ്റർ മണലാണ് അടിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഡിസംബർ തൊട്ട് മാറ്റേണ്ടതായിരുന്നു. അത് പലവട്ടവും നിങ്ങൾ ആവർത്തിച്ചിരുന്നു. ഡിസംബർ തൊട്ട് മാർച്ച് വരെയാണ് ഈ മണൽ നീക്കം ചെയ്യേണ്ടത്. ആ സമയത്ത് ചെയ്യാതെ ഇനി ഇത് ചെയ്യുമ്പോൾ ഇത് ജൂലൈ മാസം നിങ്ങളുടെ സീസൺ എത്തുമ്പോൾ വലിയധികം ബുദ്ധിമുട്ടിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? റബ് സീസൺ ആകുമ്പോൾ കടലാവും, കായലും കടലും ഒക്കെ ഒന്നിച്ചാവും. അന്നേരത്ത് വന്നിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവർ വന്ന് കൂത്തികളെ പോലെ നോക്കിക്കൊണ്ട് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അവർ വേണ്ട നടപടി ഇപ്പോഴേ ചെയ്യുക എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ഇത് എത്ര വർഷം കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഈ ഹാർബർ വന്നതിന് ശേഷം ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുക. ഇപ്പോൾ നിലവിൽ ചെറുവള്ളങ്ങളാണ്, അല്ലെങ്കിൽ ചെറുവള്ളങ്ങളിലെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് തൊട്ടടുത്തുള്ള തീരങ്ങളിലേക്ക് പോകുന്നത്. എങ്കിൽ തന്നെയും മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും ബാധിച്ചൊരു പ്രശ്നമല്ലേ ഇത്? അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ അറിഞ്ഞെടുത്തോളാം. അദാനി കമ്പനിക്കാണ് നേരത്തെ ഇവർ ടെൻഡർ കൊടുത്തതെന്ന് പറഞ്ഞാൽ 2.5 കോടി. അദാനി കമ്പനി ടെൻഡർ കൊടുത്ത ഒരു കോൺട്രാക്ടറിന് പൈസ കൊടുക്കാതെ വന്നവർക്ക് അവിടെ ഇട്ട് കളഞ്ഞ്. പക്ഷെ അതൊന്ന്. രണ്ടാമത് ഇത് മത്സ്യത്തൊഴിലാളികളുടെ കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് ഈ 2.5 കോടി കൊടുത്ത് ചെയ്യിപ്പിക്കാമായിരുന്നു. നേരത്തെ ഈ ഒരവസ്ഥ വരില്ലായിരുന്നു. ഞാൻ പറയുന്ന ഒരു കാരണം ചെയ്തിട്ടവർ ഇപ്പോഴും ഈ 3 മാസം അവർ മത്സ്യം പിടിക്കാൻ പോകാത്ത ഒരവസ്ഥയായി. 1000 രൂപ വീതം മത്സ്യത്തൊഴിലാളിക്ക് കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് അതാണ്. ഒരു മത്സ്യത്തൊഴിലാളിക്ക് ചെറിയൻകീഴ് താലൂക്കിലുള്ള മത്സ്യത്തൊഴിലാളിക്ക് 1000 രൂപ വീതം കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ സമരം ചെയ്യും, ബാക്കി സമരങ്ങൾ ചെയ്യും. കാരണം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ കുറ്റമല്ല. ഇത് ഹാർബർ ഉണ്ടാക്കിയവൻ്റെ കുറ്റം, തുടങ്ങിയവൻ്റെ കുറ്റം, ഇത് സ്റ്റഡി നടത്തിയവൻ്റെ കുറ്റം. ഹാർബർ ഉണ്ടാക്കിയത് ചെന്നൈ ITA കമ്പനിയാണ്. സുന്ദരനെന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയറാണ്, ഏറ്റവും വലിയ എഞ്ചിനീയർ. അവൻ ഇവിടെ ഹാർബർ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊല്ലത്തും ബാക്കിയുള്ള സ്ഥലത്തും അയാളാണ് ഹാർബർ ഉണ്ടാക്കി. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇത് നാശമല്ലേ? 180 മീറ്ററാണ് തുടക്കത്തിനും, അവസാനിക്കുന്നത് 140 വരമ്പ്. എന്തുകൊണ്ട് ഇത് ഇത്രയും ചെറുകി? നിങ്ങൾക്ക് കാണാമെന്നുള്ളതാണ്. ഇത് തുടക്കത്തിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്, തെക്കോട്ട് തിരിഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ചെന്ന് 50-60 മീറ്ററുള്ള അകലം. ഈ 50-60 മീറ്റർ അകലം വെച്ചിട്ട് ഒരു വള്ളം പോകാനൊക്കത്തില്ല. അതൊന്ന് ഇവർ ഈ ഡ്രച്ചർ കൊണ്ട് മണ്ണെടുക്കും തോറും ഈ 2 സൈഡും കൊണ്ട് വീഴുന്നുണ്ട്. നേരത്തെ വന്ന് ഡ്രച്ചെടുത്ത് ആ കല്ലുകളെല്ലാം ഇപ്പോഴും അവിടെയുണ്ട്. ഈ കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം ഇത് തന്നെ നോക്ക്, ഇതിപ്പോൾ ഒത്തിരി കൂടെ കഴിഞ്ഞ് തീരുമ്പോൾ 15 മീറ്റർ 20 മീറ്ററുകളിൽ ഇത് പൊഴിയാവും.
ഒരു പൊഴിയ ഈ 20 മീറ്ററും 15 മീറ്ററോളം നിങ്ങളെ കാണുന്നില്ലേ? സങ്കടത്തോടെ ഞാൻ മുഖ്യമന്ത്രിയുടെ ഞാൻ കുറ്റമല്ല പറയണ നവകേരള എന്താ സദസ്സിൽ ഞാൻ പോയി, ഞാൻ മുഖ്യമന്ത്രിയുടെ ഡെസ്കിൽ ഇപ്പുറത്തിരിക്കായിരുന്നു. ഞാൻ സംസാരിച്ച് ഈ അപേക്ഷ കൊടുത്ത് ഈ ഹാർബറിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇവിടെ ഒരു പൊഴിയുണ്ട്, അത് മരണപ്പൊഴിയായിട്ട് മാറിയിരിക്കുകയാണ്. 15 ഈ വർഷം തന്നെ 15 എണ്ണത്തോളം ചത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പറഞ്ഞ് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. അതേപോലെ തന്നെ ഈ മുട്ടയും ഈ തീരം സംരക്ഷിക്കുക, ഞങ്ങൾക്ക് അതാണ് ആവശ്യം. കുടിയുള്ള ഈ 3 പ്രധാന കാര്യത്തെ പറ്റി ഞാൻ 500 പേരുടെ ഒപ്പം വായിച്ച് കൊണ്ട് ഡെസ്ക് കൊടുത്ത് അന്നേരം ഇരിക്കുന്നത് റോഷി അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു മന്ത്രി എൻ്റെ കൂടെ ഇരിക്കുകയാണ്. ആ മന്ത്രി ഇത് വായിച്ചുകൊണ്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞ കൈയടിച്ച് അവിടെ ഇരുന്നൊരു എത്രയും പെട്ടെന്ന് പറഞ്ഞ സഖാവ് ഇത് ചെയ്തു തരണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ കൊടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷവും ഞാൻ 3-4 മാസത്തിന് മുമ്പേ ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. മണൽ കയറിക്കൊണ്ട് വരികയാണ്, നമുക്ക് ദോഷമാണ്, മത്സ്യത്തൊഴിലാളിക്ക് ദോഷമാണ് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. നടപടി ഉണ്ടായില്ല. ഇല്ല, ഞാൻ കുറ്റമല്ല പറഞ്ഞ, ഞാൻ കുറ്റമല്ല, സങ്കടത്തോടു കൂടി പറയാണ്. കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് മറ്റ് വരുമാന മാർഗ്ഗങ്ങളില്ല. അല്ല എങ്കിൽ ഇനി സർക്കാർ ഇതിൽ ഒരു നീതി കിട്ടിയില്ല എങ്കിൽ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നീതി കിട്ടിയില്ല എങ്കിൽ മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ തേടുമെന്നുള്ളതാണ് ഇപ്പോൾ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.